യൂറോ കപ്പിലെയും ചാമ്പ്യൻസ് ലീഗിലെയും ഹൃദയഭേദകമായ തോൽവിക്ക് ശേഷം 2012-2013 സീസണിലേക്ക് ബൂട്ടുകെട്ടുമ്പോൾ റൊണാൾഡോയുടെ ഉള്ളിൽ വലിയൊരു ശൂന്യതയുണ്ടായിരുന്നു. ഗോളുകൾ അടിച്ചുകൂട്ടി മാഡ്രിഡിനെ വിജയങ്ങളിലേക്ക് നയിക്കുമ്പോഴും തനിക്ക് അർഹിക്കുന്ന സ്നേഹവും പരിഗണനയും ക്ലബിൽ ലഭിക്കുന്നില്ലെന്ന തോന്നൽ റൊണാൾഡോയെ വല്ലാതെ അലട്ടി. 2012 ഓഗസ്റ്റിൽ നടന്ന യുവേഫ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം ബാഴ്സലോണയുടെ ആന്ദ്രേ ഇനിയേസ്റ്റ സ്വന്തമാക്കിയപ്പോൾ റയൽ മാഡ്രിഡ് മാനേജ്മെന്റ് തനിക്ക് വേണ്ടി വേണ്ടത്ര ശബ്ദമുയർത്തിയില്ല എന്ന് റൊണാൾഡോയ്ക്ക് തോന്നി. ക്ലബിന്റെ ഏറ്റവും മികച്ച താരമായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ തന്നെ തനിച്ചാക്കുന്നു എന്ന തോന്നൽ അവനിലുണ്ടായി. അങ്ങനെയിരിക്കെ 2012 സെപ്റ്റംബർ 2 സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയത്തിൽ റയൽ മാഡ്രിഡും ഗ്രനാഡയും തമ്മിലുള്ള മത്സരം നടക്കുകയാണ്. മത്സരത്തിന്റെ 26-ാം മിനിറ്റിലും 53-ാം മിനിറ്റിലും റൊണാൾഡോ ഗ്രനാഡയുടെ വല കുലുക്കി. റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ അവന്റെ 149-ാമത്തെയും 150-ാമത്തെയും ഗോളുകളായിരുന്നു അവ. സാധാരണഗതിയിൽ ഗാലറിയെ ഇളക്കിമറിക്കുന്ന വായുവിൽ ഉയർന്നു ചാടിയുള്ള അവന്റെ വന്യമായ ആഘോഷങ്ങൾ കാണാൻ കാത്തിരുന്ന കാണികൾ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. പന്ത് വലയിലായിട്ടും അവന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമുണ്ടായില്ല. ഒരു നേരിയ പുഞ്ചിരി പോലുമില്ലാതെ നിലത്തേക്ക് നോക്കി തലകുനിച്ചവൻ തിരിഞ്ഞു നടന്നു. ആർപ്പുവിളികൾക്കിടയിലും അവൻ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ ആരാധകർക്ക് തോന്നി. മത്സരം അവസാനിച്ചയുടനെ മാധ്യമപ്രവർത്തകർ റൊണാൾഡോയെ വളഞ്ഞു. മൈക്കുകൾക്ക് മുന്നിൽ നിന്ന് സ്പാനിഷ് മാധ്യമപ്രവർത്തകരുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു, "ഞാൻ സങ്കടത്തിലാണ്. ഒരു പ്രൊഫഷണൽ പ്രശ്നമാണ്. ക്ലബിലെ അധികാരികൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഗോളുകൾ ആഘോഷിക്കാത്തത്." റയൽ മാഡ്രിഡ് എന്ന വമ്പൻ ക്ലബിന് ലഭിച്ച വലിയ പ്രഹരമായിരുന്നു ആ വാക്കുകൾ. പണത്തിനും പ്രശസ്തിക്കും നടുവിൽ നിൽക്കുന്ന അവന് എന്ത് സങ്കടമാണുള്ളതെന്ന് ലോകം ചോദിച്ചു. എന്നാൽ ആ ഗോൾ ആഘോഷിക്കാതിരുന്നതിന് പിന്നിൽ വർഷങ്ങളായി അവന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ചില കാരണങ്ങളുണ്ടായിരുന്നു. പരിശീലകൻ ഹോസെ മൊറീഞ്ഞോയും സ്പാനിഷ് താരങ്ങളും തമ്മിലുള്ള ശീതയുദ്ധം ഡ്രസ്സിംഗ് റൂമിനെ 2 ചേരിയിലാക്കിയിരുന്നു. തന്റെ സഹതാരങ്ങളിൽ നിന്നുപോലും പലപ്പോഴും റൊണാൾഡോയ്ക്ക് ബഹുമാനവും പിന്തുണയും ലഭിച്ചില്ല. കാസില്ലസും റോമോസും അടങ്ങുന്ന വലിയൊരു സ്പാനിഷ് ലോബിക്കിടയിൽ അവൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്നു. ഇവയെല്ലാം കൂടാതെ വലിയൊരു വൈകാരിക ഭാരം കൂടി ആ ദിവസങ്ങളിൽ അവനുണ്ടായിരുന്നു. സെപ്റ്റംബർ ആദ്യവാരമായിരുന്നു അവനെ ഏറെ സ്നേഹിച്ചിരുന്ന പിതാവ് ജോസ് ഡിനിസ് അവീറോയുടെ ചരമവാർഷികം. അച്ഛനില്ലാത്തതിന്റെ വേദനയും പ്രൊഫഷണൽ ജീവിതത്തിലെ ഒറ്റപ്പെടലും കൂടിയായപ്പോൾ റൊണാൾഡോ പൂർണ്ണമായും തളർന്നുപോയിരുന്നു. എന്നാൽ ഒരു പോരാളിയുടെ യഥാർത്ഥ കരുത്തളക്കപ്പെടുന്നത് അവനെങ്ങനെ തിരിച്ചുവരുന്നു എന്നതിലാണ്. ഡ്രസ്സിംഗ് റൂമിലെ ശീതയുദ്ധവും മാനേജ്മെന്റിന്റെ അവഗണനയും നൽകിയ മാനസിക വ്യഥകളെ അവൻ തന്റെ കരുത്താക്കി മാറ്റുകയായിരുന്നു. 2012 ഒക്ടോബർ 7 ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായ ക്യാമ്പ് നൗവിൽ തീപാറുന്ന എൽ ക്ലാസിക്കോ മത്സരത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. 90,000-ഓളം വരുന്ന ബാഴ്സലോണ ആരാധകർ തിങ്ങി നിറഞ്ഞ ക്യാമ്പ് നൗ. ലോക ഫുട്ബോളിലെ വലിയ 2 ഇതിഹാസങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേർക്കുനേർ വരുന്ന ജീവൻ മരണ പോരാട്ടം. മത്സരത്തിന്റെ 23-ാം മിനിറ്റിൽ തന്നെ റൊണാൾഡോ റയലിനായി ആദ്യ ഗോൾ നേടി. എന്നാൽ വൈകാതെ മെസ്സി ബാഴ്സലോണയ്ക്കായി തിരിച്ചടിച്ചു. മത്സരം അതിന്റെ ഏറ്റവും വാശിയേറിയ നിമിഷങ്ങളിലൂടെ കടന്നുപോവുകയായിരുന്നു. 2ാം പകുതിയിൽ റയൽ മാഡ്രിഡിന് ലഭിച്ച ഒരു അവസരം ഗോളാക്കി മാറ്റാൻ റൊണാൾഡോ വായുവിലേക്ക് ഉയർന്നു ചാടി. എന്നാൽ പന്തിൽ കൃത്യമായി കണക്ട് ചെയ്യാൻ കഴിയാതെ വരികയും
നിയന്ത്രണം നഷ്ടപ്പെട്ട് റൊണാൾഡോ വീഴുകയും ചെയ്തു. തോളിന് ഗുരുതരമായി പരിക്കേറ്റു. വേദന കൊണ്ട് റൊണാൾഡോ ഗ്രൗണ്ടിൽ കിടന്ന് പുളഞ്ഞു. റൊണാൾഡോയ്ക്ക് മത്സരം തുടരാനാകില്ലെന്ന് വൈദ്യസംഘം വിധിയെഴുതി. പരിശീലകൻ ഹോസെ മൗറീഞ്ഞോ അവനെ പിൻവലിച്ച് പകരക്കാരനെ ഇറക്കാൻ തയ്യാറായി നിന്നു. എന്നാൽ കളിക്കളത്തിൽ നിന്നും പിന്മാറാൻ അവൻ ഒരുക്കമായിരുന്നില്ല. വേദന സംഹാരികൾ കുത്തിവെച്ചും സ്പ്രേ അടിച്ചും തോളിൽ വലിയ ബാൻഡേജ് ചുറ്റിയും അവൻ വീണ്ടും ആ പുൽമൈതാനത്തേക്ക് ഓടിയിറങ്ങി. വേദന കടിച്ചമർത്തിക്കൊണ്ട് കളിച്ചവൻ 66-ാം മിനിറ്റിൽ വീണ്ടും ബാഴ്സലോണയുടെ വല കുലുക്കി. ആ മത്സരം 2-2 എന്ന നിലയിൽ സമനിലയിൽ അവസാനിച്ചു. റൊണാൾഡോയുടെ ഈ ഇരട്ട ഗോളുകൾ ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയൊരു റെക്കോർഡ് സൃഷ്ടിച്ചു. തുടർച്ചയായ 6 എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യ താരം എന്ന അവിശ്വസനീയമായ നേട്ടമാണ് റൊണാൾഡോ അന്ന് സ്വന്തമാക്കിയത്. കളിക്കളത്തിലെ സമ്മർദ്ദങ്ങൾക്കും മാധ്യമ വേട്ടയാടലുകൾക്കുമിടയിൽ റൊണാൾഡോയ്ക്ക് ആശ്വാസമായത് വ്യക്തിജീവിതമായിരുന്നു. പരുക്കനായ ഫുട്ബോളർ എന്നതിലുപരി സ്നേഹനിധിയായ ഒരു മനുഷ്യൻ കൂടിയാണ് താനെന്ന് റൊണാൾഡോ തെളിയിച്ച കാലം കൂടിയായിരുന്നു അത്. 2012 അവസാന നാളുകളിൽ ക്യാൻസർ ബാധിച്ച കുട്ടികളുടെ ചികിത്സയ്ക്കായി അവൻ വലിയൊരു തുക രഹസ്യമായി സംഭാവന ചെയ്തു. കൂടാതെ പലപ്പോഴും ഡ്രസ്സിംഗ് റൂമിലെ ചേരിപ്പോരുകളിൽ നിന്നും മാനേജ്മെന്റിന്റെ അവഗണനകളിൽ നിന്നും ഒഴിഞ്ഞുമാറി അവൻ തന്റെ മകൻ ക്രിസ്ത്യാനോ ജൂനിയറിന്റെ പുഞ്ചിരിയിലേക്ക് ഒളിച്ചോടി. പക്ഷെ അപ്പോഴും കരിയർ ലൈഫിൽ റൊണാൾഡോയ്ക്ക് മെസ്സി ഒരു ഭീഷണിയായി ഉയർന്നു വന്നു. 2012 എന്ന വർഷം അവസാനിക്കുമ്പോൾ റൊണാൾഡോ റയൽ മാഡ്രിഡിനും പോർച്ചുഗലിനുമായി അടിച്ചുകൂട്ടിയത് 63 ഗോളുകളായിരുന്നു. എന്നാൽ അതേ വർഷം സാക്ഷാൽ ലയണൽ മെസ്സി 91 ഗോളുകൾ അടിച്ച് ഫുട്ബോൾ ചരിത്രത്തിലെ വലിയ റെക്കോർഡുകൾ തിരുത്തി എഴുതിയത് റൊണാൾഡോയുടെ നേട്ടങ്ങളുടെ തിളക്കം കെടുത്തി. പിന്നീടങ്ങോട്ട് 2 ഇതിഹാസ താരങ്ങൾ തമ്മിലുള്ള ബലാബല പോരാട്ടങ്ങൾക്ക് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. 2013 ജനുവരിയിൽ സൂറിച്ചിൽ നടന്ന ഫിഫ ബാലൻ ഡിയോർ പ്രഖ്യാപന വേദി. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ വേദിയിൽ വച്ച് ചരിത്രത്തിലാദ്യമായി തുടർച്ചയായ 4ാം തവണയും ലയണൽ മെസ്സി ആ സുവർണ പന്ത് സ്വന്തമാക്കി. ക്യാമറ കണ്ണുകൾ ഒന്നടങ്കം മുൻനിരയിലിരുന്ന റൊണാൾഡോയുടെ മുഖത്തേക്ക് സൂം ചെയ്തു. തോൽവിയുടെ കടുത്ത വേദന ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിക്കുന്ന അവന്റെ ആ ചിത്രം പാപ്പരാസികൾ ആഘോഷമാക്കി. മെസ്സി എന്ന താരത്തിന് മുന്നിൽ റൊണാൾഡോ എന്നേക്കുമായി കീഴടങ്ങിയെന്ന് ഫുട്ബോൾ പണ്ഡിതന്മാർ വിധിയെഴുതി. ഒറ്റപ്പെടലിനും അച്ഛന്റെ ഓർമ്മകൾക്കുമൊപ്പം ഫിഫയുടെ ഏറ്റവും വലിയ വേദിയിലേറ്റ അപമാനം കൂടിയായപ്പോൾ അവൻ തീർത്തും തകർന്നു പോകുമെന്ന് ലോകം കരുതി. എന്നാൽ ആ നിരാശ അവനിലെ പോരാളിയെ കൂടുതൽ അപകടകാരിയാക്കുകയാണ് ചെയ്തത്. പതിവ് പോലെ തന്നെ വിമർശിക്കുന്നവർക്ക് മുന്നിൽ ഗോളുകൾ കൊണ്ടവൻ വീണ്ടും മറുപടി പറയാൻ തുടങ്ങി. ഇതിനിടയിലാണ് വിധി അവനായി വൈകാരികമായ മറ്റൊരു മുഹൂർത്തം ഒരുക്കിവെച്ചത്. 2013 മാർച്ചിലെ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിൽ റൊണാൾഡോയ്ക്ക് നേരിടാനുണ്ടായിരുന്നത് മറ്റാരെയുമായിരുന്നില്ല, തന്നെ ഇന്നത്തെ റൊണാൾഡോ ആക്കി മാറ്റിയ തന്റെ സ്വന്തം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ. വർഷങ്ങൾക്ക് ശേഷം അവൻ ആ പഴയ തട്ടകത്തിലേക്ക് ഓൾഡ് ട്രാഫോർഡിലേക്ക് മടങ്ങിയെത്തി. ഗാലറിയിലുണ്ടായിരുന്ന 10,000-കണക്കിന് യുണൈറ്റഡ് ആരാധകർ എഴുന്നേറ്റ് നിന്ന് കയ്യടികളോടെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഇതിഹാസത്തെ വരവേറ്റത്. ആ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് റയൽ മാഡ്രിഡിന്റെ വിജയ ഗോൾ നേടിയത് റൊണാൾഡോ ആയിരുന്നു. പക്ഷേ അവനത് ആഘോഷിച്ചില്ല. ഗാലറിക്ക് നേരെ 2 കൈകളും ഉയർത്തി ക്ഷമാപണം ചോദിക്കുന്നത് പോലെ അവൻ തലകുനിച്ചു നിന്നു.
അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വല കുലുങ്ങിയിട്ടും ഓൾഡ് ട്രാഫോർഡിലെ ആ പുൽമൈതാനത്ത് റൊണാൾഡോ നിശബ്ദനായി നിന്നു. ഗാലറിക്ക് നേരെ 2 കൈകളും ഉയർത്തി ക്ഷമാപണം ചോദിക്കുന്നതുപോലെ തലകുനിച്ചു നിന്ന അവനെ നോക്കി VIP ഗാലറിയിലിരുന്ന ഒരാളുടെ കണ്ണുകൾ അപ്പോൾ നിറയുന്നുണ്ടായിരുന്നു. കൗമാരപ്രായത്തിൽ അവനെ മാഞ്ചസ്റ്ററിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഒരു ലോകോത്തര താരമായി വളർത്തിയെടുത്ത സാക്ഷാൽ സർ അലക്സ് ഫെർഗൂസൺ. തന്റെ ടീമിനെതിരെ പ്രിയപ്പെട്ട ശിഷ്യൻ വിജയഗോൾ നേടിയതിലെ വേദനയോടൊപ്പം അവനിലെ ആ വലിയ മനുഷ്യനെ കണ്ടുള്ള അഭിമാനമായിരുന്നു ആ കണ്ണീരിന് പിന്നിൽ. പ്രൊഫഷണലിസവും താൻ വളർന്നു വന്ന വഴികളോടുള്ള നന്ദിയും ഒത്തുചേർന്ന ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ ആ നിമിഷത്തിന് ലോകമെന്ന് സാക്ഷിയായി. അപ്പോഴും റയൽ മാഡ്രിഡിൽ അവനെ കാത്തിരുന്നത് വലിയ പ്രതിസന്ധികളായിരുന്നു. ആ സീസണിൽ ഗോളുകൾ അടിച്ചുകൂട്ടിയെങ്കിലും ചാമ്പ്യൻസ് ലീഗിലും സ്പാനിഷ് ലീഗിലും കിരീടം നേടാൻ റയൽ മാഡ്രിഡിനായില്ല. ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങളെ തുടർന്ന് പരിശീലകൻ ഹോസെ മൗറീഞ്ഞോ ക്ലബ്ബ് വിട്ടു. റൊണാൾഡോയ്ക്ക് കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സമയമായിരുന്നു അത്. എന്നാൽ പിന്നീട് റയൽ മാഡ്രിഡിലേക്കെത്തിയ പരിശീലകൻ കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ റൊണാൾഡോ തന്റെ ശൈലി തന്നെ മാറ്റിമറിച്ചു. പ്രായം ശരീരത്തെ ബാധിക്കാതിരിക്കാൻ മൈതാനത്ത് പന്തുമായി ഒരുപാട് ദൂരം ഓടുന്നതിനു പകരം ഷോർട്ട് പാസുകളിലൂടെയും അസാമാന്യമായ ഫിനിഷിംഗ് സ്കില്ലുകളിലൂടെയും അവൻ തന്റെ കളി കൂടുതൽ അപകടകാരിയാക്കി. ഇതേ സമയത്താണ് വിങ്ങർ ഗാരത്ത് ബെയിൽ ക്ലബിലേക്ക് വരുന്നത്. താമസിയാതെ ബെയിൽ, കരീം ബെൻസമ, ക്രിസ്ത്യാനോ എന്നിവരടങ്ങുന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ആ BBC സഖ്യം യൂറോപ്പിലെ പ്രതിരോധ കോട്ടകളുടെ പേടി സ്വപ്നമായി മാറി. ഫുട്ബോളിന് തന്റേതായ ശൈലി നൽകിക്കൊണ്ടുള്ള റൊണാൾഡോയുടെ മറ്റൊരു തരത്തിലുള്ള ഭാവമാറ്റത്തിനാണ് പിന്നീട് ലോകം സാക്ഷിയായത്. 2013 ഓഗസ്റ്റ് 7 അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയത്തിൽ ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പിന്റെ ഫൈനലിൽ റയൽ മാഡ്രിഡ് ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസിയെയാണ് നേരിടേണ്ടത്. മത്സരത്തിൽ റൊണാൾഡോയുടെ ബൂട്ടുകളിൽ നിന്നും അതിമനോഹരമായൊരു ഗോൾ പിറന്നു. എന്നാൽ ആ ഗോളിനേക്കാൾ ഫുട്ബോൾ ലോകം അന്ന് സാക്ഷ്യം വഹിച്ചത് ചരിത്രപ്രസിദ്ധമായ മറ്റൊരു ഐതിഹാസിക പിറവിക്കായിരുന്നു. ഗോൾ നേടിയ ആവേശത്തിൽ കോർണർ ഫ്ലാഗിന് നേരെ ഓടിയെടുത്ത റൊണാൾഡോ അപ്രതീക്ഷിതമായി വായുവിലേക്ക് കുതിച്ചുയർന്നു. ഇടിമിന്നൽ ഭൂമിയിലേക്ക് പതിക്കുന്നതുപോലെ 2 കാലുകളും മൈതാനത്തുറപ്പിച്ച് അവൻ നിന്നു. നെഞ്ചുവിരിച്ചൊരു സിംഹത്തെപ്പോലെ അവൻ അലറി. സ്യൂ! ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ പിന്നീട് ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെട്ട ആ വിശ്വപ്രസിദ്ധമായ സ്യൂ ആഘോഷം ജനിക്കുന്നത് ആ നിമിഷത്തിലാണ്. ആ ഒരൊറ്റ അലർച്ച പിന്നീട് ലോകമെമ്പാടുമുള്ള സ്റ്റേഡിയങ്ങളിൽ ആരാധകർ ഒരുമിച്ചേറ്റു വിളിക്കുന്ന ഫുട്ബോളിലെ ഏറ്റവും വലിയ ആവേശമായി മാറി. ലോകപ്രശസ്തമായ ഫിഫ വീഡിയോ ഗെയിമുകളിൽ വരെ റൊണാൾഡോയുടെ യഥാർത്ഥ ശബ്ദത്തിൽ തന്നെ അവർക്ക് ആ സ്യൂ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഈ കുതിപ്പുകൾക്കിടയിലാണ് 2013 ഒക്ടോബർ മാസം ഫുട്ബോൾ ലോകത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വലിയ വിവാദമുണ്ടാകുന്നത്. ലോക ഫുട്ബോളിന്റെ തലവനായ സാക്ഷാൽ ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗം റൊണാൾഡോയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതായിരുന്നു. മെസ്സിയെയും റൊണാൾഡോയെയും താരതമ്യം ചെയ്തുകൊണ്ട് ബാറ്റർ സദസ്സിനു മുന്നിൽ സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു: മെസ്സി എല്ലാ അമ്മമാരും കൊതിക്കുന്ന നല്ലവനായ കുട്ടിയാണ്. എന്നാൽ റൊണാൾഡോ
മൈതാനത്തൊരു മിലിറ്ററി കമാൻഡറെ പോലെയാണ് പെരുമാറുന്നത്. അവന് ഫുട്ബോളിനേക്കാൾ താൽപര്യം സ്വന്തം മുടി ചീകി വയ്ക്കുന്നതിലാണ്. ലോക ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയിൽ നിന്നുണ്ടായ അപമാനം റൊണാൾഡോയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. എന്നാൽ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് കരയുന്നതിനും പരാതി പറയുന്നതിനും പകരം ഗ്രൗണ്ടിൽ വെച്ച് അതിന് മറുപടി നൽകാനായി അവൻ കാത്തിരുന്നു. സാന്റിയാഗോ ബെർണബ്യൂവിലെ പച്ചപ്പുൽ മൈതാനമായിരുന്നു അവൻ അതിനായി തെരഞ്ഞെടുത്ത വേദി. 2013 ഒക്ടോബർ 30. സെവിയ്യക്കെതിരായ മത്സരം വാശിയോടെ പുരോഗമിക്കുന്നു. റയൽ മാഡ്രിഡിന് അനുകൂലമായി ലഭിച്ച ഒരു പെനാൽറ്റി കിക്കെടുക്കാൻ റൊണാൾഡോ പന്തിനരികിലേക്ക് നടന്നെടുത്തു. വായുവിനെ കീറിമുറിച്ചുകൊണ്ട് ഒരു വെടിയുണ്ട കണക്കെ അവന്റെ വലങ്കാലിൽ നിന്നും പാഞ്ഞ പന്ത് ഗോൾ വല കുലുക്കി. ഗോൾ നേടിയ റൊണാൾഡോ ഗാലറിയെ ഇളക്കിമറിക്കുന്ന തന്റെ പതിവാഘോഷങ്ങളിലേക്ക് പോയില്ല. സഹതാരങ്ങളെപ്പോലും അരികിലേക്ക് വരാൻ അനുവദിക്കാതെ അവൻ തിരിഞ്ഞു നടന്നു. ഒരു പട്ടാളച്ചിട്ടയോടെ നെഞ്ചുവിരിച്ച് വലത് കൈ നെറ്റിയിലേക്ക് അതിവേഗമുയർത്തി അവൻ നൽകി. ഫുട്ബോൾ ചരിത്രം കണ്ട ഏറ്റവും ഐതിഹാസികമായ ആ മിലിറ്ററി സല്യൂട്ട്. ഒരു വാക്കുപോലും ഉരിയാടാതെ തന്നെ നോക്കി നിൽക്കുന്ന കോടിക്കണക്കിന് കാണികൾക്ക് മുന്നിൽ വെച്ചവൻ നിശബ്ദമായി പറയുകയായിരുന്നു, അതെ, ഞാൻ വെറുമൊരു കളിക്കാരനല്ല, ഈ ഫുട്ബോൾ സാമ്രാജ്യത്തെ അടക്കി ഭരിക്കുന്ന കമാൻഡർ തന്നെയാണ്.